കുഞ്ഞു മാലാഖയുടെ സ്വർഗീയ സംഗീതം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു. റോമ 8:28. വെളുത്തു മെലിഞ്ഞ 7ാം ക്ലാസ്സുകാരൻ രാജുവിനെയും കൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ വന്നു. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം പിതാവ് പറഞ്ഞു, കൊല്ലങ്ങളായി 10-12 ഗുളിക ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൻ. അപസ്മാര രോഗമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചെയ്യാത്ത വഴിപാടുകളൊന്നുമില്ല സിസ്റ്ററെ. രാജുവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, രാജുവിനെ ഗർഭമായിരുന്ന കാലത്ത് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? അമ്മ പറഞ്ഞു, ഉവ്വ് സിസ്റ്ററെ. ഒരു ദിവസം കുളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്തോ മുറിയിലേക്ക് എടുത്തു ചാടി. അന്ന് കുളിമുറിക്ക് മേൽക്കൂരയില്ലായിരുന്നു. ഞാൻ അമ്മയെ എന്ന് വിളിച്ച് കണ്ണടയ്ക്കുകയും ചെയ്തു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു പൂച്ച ചാടിപ്പോകുന്നത് കണ്ടു. അത് വലിയൊരു ഷോക്കായിരുന്നു. എങ്കിലും പൂച്ചയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സമാധാനമായി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഞാൻ പ്രസവിച്ചു. ജനിച്ചിട്ട് ദിവസങ്ങൾ അവൻ വായ പൂട്ടാതെ കരഞ്ഞുകൊണ്ടിരുന്നു. രാത്രി കുട്ടി ഉറങ്ങുകയില്ല. ഞങ്ങൾ മരുന്ന് കൊടുത്തു. ഒരു ഫലവും ഇല്ലായിരുന്നു. മാമോദിസ കഴിഞ്ഞപ്പോൾ 2-3 മണിക്കൂർ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ 3 വയസ്സായപ്പോഴാണ് അവന് അപസ്മാരമുണ്ടെന്ന് മനസ്സിലായത്. അന്ന് തുടങ്ങി ഇന്ന് വരെ അവന് മരുന്ന് ഡോസ് കൂട്ടിക്കൊടുക്കുന്നതല്ലാതെ രോഗത്തിന് ഒരു കുറവും കണ്ടിട്ടില്ല. ഇതിനിടയിലാണ് ആരോ പറഞ്ഞറിഞ്ഞത് സിസ്റ്റർ ഇവിടെ പ്രാർത്ഥിക്കുകയും കൗൺസിലിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അവന് അപസ്മാരമില്ല. അന്നുണ്ടായ ഷോക്കിൽ നിന്നുള്ള അസ്വസ്ഥതകളാണ് അപസ്മാരമായി അനുഭവപ്പെടുന്നത്. അപസ്മാരം പല വിധത്തിൽ ഉണ്ടാകാം. പേടി, ഭയം എന്നിവയിൽ നിന്നും മാത്രമല്ല, ശിരസിൽ രക്തചംക്രമണം തുടർച്ചയായി ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ തടസ്സമാണിത്. ഒരുപക്ഷെ അന്ന് കിട്ടിയ ഷോക്കിൽ നിന്നായിരിക്കാം ഇത് ഉണ്ടായത്. എബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അവിടുത്തേക്ക് സ്ഥലകാല സമയവ്യത്യാസമില്ലല്ലോ. കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ ഈശോയ്ക്ക് ഇപ്പോൾ സുഖപ്പെടുത്താൻ കഴിയും. കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനുഗ്രഹ പ്രാർത്ഥന എഴുതി കൊടുത്തു. എല്ലാ ജീവിത സാഹചര്യങ്ങളും ദൈവത്തിന് അർപ്പിക്കാൻ പറഞ്ഞു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് അവനെ കൊണ്ടുവന്നു. വളരെയധികം കുറവ് അവന് അനുഭവപ്പെട്ടു. പിന്നത്തെ പ്രാവശ്യം ഡോക്ടറെ കണ്ടപ്പോൾ ഗുളികകൾ പകുതിയാക്കി. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും രോഗം പൂർണ്ണമായി മാറി. അതിനിടയിൽ അവൻ ക്രിസ്ത്യൻ ധ്യാനം കൂടി. ക്രിസ്ത്യൻ ലീഡറായി, അൾത്താരബാലനായി, കണ്ണിലുണ്ണിയായി, എല്ലാവർക്കും എല്ലാമായി. മിടുക്കനായി പഠിക്കാൻ തുടങ്ങി. ഗുളികകൾ നിർത്തിയതും അവൻ നല്ല മിടുക്കനായി, സുന്ദരനായ ഒരു കുഞ്ഞായി തീർന്നു. അവൻ 7ാം ക്ലാസ് പാസ്സായി. തൃശ്ശൂർ സെൻറ് തോമസ് ഹൈസ്കൂളിൽ അവനെ ചേർത്തി. ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ അധ്യാപികയായിരുന്നു. ഞാൻ അവനെ പഠിപ്പിച്ചിരുന്നില്ല. എവിടെ വെച്ച് കണ്ടാലും സിസ്റ്ററെ എന്ന് ഉറക്കെ വിളിക്കും. എന്നിട്ട് ഹൃദ്യമായി പുഞ്ചിരിക്കും. എന്തേ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. എന്നെ കണ്ട സന്തോഷം മാത്രം. അവൻ 10ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ അവനെ കണക്കെടുത്തിരുന്നു. കണക്കിൽ 20-25 മാർക്ക് കിട്ടിയിരുന്ന രാജു 50-ൽ 50 വാങ്ങിക്കുവാൻ തുടങ്ങി. പഠനത്തിൽ ഒന്നാമൻ. നല്ല ശുഷ്കാന്തിയും തീഷ്ണതയുമുള്ള മകൻ. ഒരു ദിവസം അവൻ പറഞ്ഞു, എനിക്ക് അച്ഛനാകണം. നീ പഠിക്ക്, അത് കഴിഞ്ഞ് ചിന്തിക്കാം. അധികം വൈകുകയില്ല. എനിക്ക് സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫറായി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സേക്രഡ് ഹാർട്ട് സ്കൂളിലെ പ്യൂൺ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, സെൻറ് തോമസ് സ്കൂളിലെ ഒരു കുട്ടി മരിച്ചു. കുട്ടി ബസ്സിൽ കയറിയതാണ്. ആ സമയത്ത് ക്ലീനർ പറഞ്ഞു, കുറച്ച് കുട്ടികൾ കയറിയാൽ മതിയെന്ന്. എരവിമംഗലം പള്ളിയിലെ അൾത്താരബാലനായതുകൊണ്ട് വൈകിട്ട് കുർബാനയ്ക്ക് കൂടാനായി സമയം വൈകാതിരിക്കാൻ അവനും ബസ്സിൽ ഓടിക്കയറി. ക്ലീനർ അവൻ്റെ കാലിൽ ചവിട്ടി. കൈകൊണ്ട് തടഞ്ഞുവെന്നാണ് ബസ്സിൽ ഉള്ളവർ പറയുന്നത്. കുട്ടി മലർന്നു വീണു. വീണപ്പോൾ ഒന്നും സംഭവിച്ചിരുന്നില്ല. ക്ലീനർ ഡബിൾ ബെല്ലടിച്ചപ്പോൾ ബാക്ക് വീൽ വന്ന് അവൻ്റെ തലയ്ക്കടിച്ചു. ഡ്രൈവർ വേഗം വണ്ടി കൊണ്ടുപോയി. ഉടനെ ചുമട്ട് തൊഴിലാളികൾ കുട്ടിയെ എടുത്ത് ആസ്പത്രിയിലെത്തിച്ചെങ്കിലും അധികം വൈകാതെ രാജു മരിച്ചു. രാജുവോ? പെട്ടെന്ന് ഞാനവനെ ഓർത്തു. അവൻ സിസ്റ്ററെ എന്ന് വിളിച്ചു നിൽക്കുന്ന ഭാവം എനിക്കെൻ്റെ മുഖം മറയ്ക്കാൻ കഴിഞ്ഞില്ല. ആ കുടുംബത്തെ കൊല്ലങ്ങളായി എനിക്ക് പരിചയമുള്ളതാണ്. മത്തായി ചേട്ടൻ ഇതെങ്ങനെ സഹിക്കും? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. 3 പെൺകുട്ടികൾക്കും ഒരു ആൺകുട്ടിയുമായുള്ള കുടുംബം. ദമ്പതികൾക്കുള്ള ധ്യാനം കൂടി. ദൈവം തന്ന നന്മയ്ക്ക് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബം. സെൻറ് തോമസ് ഹൈസ്കൂളിൽ നിന്ന് ഒരു ഫോൺ എനിക്ക് വന്നു. രാജു മരിച്ചു. ബസ് ആക്സിഡൻ്റാണ്.
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരും. സിസ്റ്റർ വേഗം വരില്ലേ? ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് പോയി മേശ ഒരുക്കി, മറ്റു കാര്യങ്ങളെല്ലാം ശരിയാക്കി. കുറച്ചു സമയത്തിനു ശേഷം ആംബുലൻസ് വന്നു. രാജുവിനെ ഇറക്കി കിടത്തി. മത്തായി ചേട്ടൻ കൂടെയുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ മറ്റൊരു ടീച്ചറുടെ പിന്നിലേക്ക് മാറി നിന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ അഭിമുഖീകരിക്കുക? എന്താണ് പറയുക? ധരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മാസ്റ്റർമാർ പറഞ്ഞു, സിസ്റ്റർ വീട്ടിലേക്ക് പോരുന്നുണ്ടോ? ഇപ്പോൾ പോരണ്ട, 2 ദിവസം കഴിഞ്ഞ് അവരെ വന്ന് ഒന്ന് ചെന്ന് ആശ്വസിപ്പിച്ചാൽ മതി. അതായിരിക്കും കൂടുതൽ നല്ലത്. അധികം കഴിയുന്നതിന് മുമ്പ് മത്തായി ചേട്ടനും എന്നെ കണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സിസ്റ്റർ ഇപ്പോൾ വരണ്ട, 2 ദിവസം കഴിഞ്ഞ് വന്ന് ഒരു പ്രാർത്ഥന നടത്തിയാൽ മതി. ഇന്ന് വന്നാൽ ഭയങ്കര തിരക്കാവും. വളരെയധികം സമചിത്തതയോടെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അങ്ങനെ പോയ സിസ്റ്റേഴ്സ് എല്ലാം തിരിച്ചു പോന്നു. പെട്ടെന്നായിരുന്നു നിത്യവ്രതത്തിനുള്ള കോഴ്സ് പോകണമെന്നുള്ള സന്ദേശം പ്രൊവിൻഷ്യലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. എനിക്ക് അടുത്ത കൊല്ലമാണ് നിത്യവ്രതം. സഭ ഒരു ആനുകൂല്യം തന്നതാണ്. ആലുവയിൽ കോഴ്സിൽ സംബന്ധിക്കുവാനുള്ളത് കൊണ്ട് രാജുവിൻ്റെ വീട്ടിൽ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. 5 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്ന അന്ന് തന്നെ മത്തായി ചേട്ടൻ സേക്രഡ് ഹാർട്ട് മഠത്തിലേക്ക് വന്നു. എന്നെ കണ്ടപ്പോൾ സന്തോഷപൂർവ്വം ഇരിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് അല്പം വിഷമം ഉണ്ടായിരുന്നു. മത്തായി ചേട്ടനോട് 2 ദിവസം കഴിഞ്ഞ് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ലല്ലോ. പക്ഷേ ആ മനുഷ്യൻ പറയുകയാണ്, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, വിഷമമൊന്നുമില്ല. സിസ്റ്റർ വരുന്ന ദിവസം ചോദിച്ചറിഞ്ഞ് വന്നതാണ്. സിസ്റ്റർ നന്നായി പ്രാർത്ഥിച്ചുവെന്ന് എനിക്കറിയാം. സിസ്റ്റർ മഡോണയിൽ വെച്ച് ദമ്പതികളെ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു വചനം ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു എന്ന വചനം 3 പ്രാവശ്യം ഏറ്റുപറയുവാൻ സിസ്റ്റർ അന്ന് പറഞ്ഞു. ആ ധ്യാനത്തിലൂടെ ദൈവത്തെ ഞാൻ അനുഭവിച്ചു. രാജു മരിച്ചുവെന്ന് കേട്ടപ്പോൾ ഈ വചനമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. എൻ്റെ ദൈവം ഒരു ദ്രോഹവും എനിക്ക് ചെയ്യില്ല. 5 കൊല്ലം മുമ്പ് എൻ്റെ മകൻ മരിച്ചിരുന്നെങ്കിൽ എനിക്കത് താങ്ങാനാവില്ല. കാരണം ഞാൻ അന്ന് ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. 5 കൊല്ലങ്ങൾക്ക് ശേഷം അവൻ മരിക്കുകയാണെങ്കിൽ ഇന്നുണ്ടാകുന്ന ദൈവസ്നേഹം ചിലപ്പോൾ അവനിൽ കാണുകയില്ലായിരിക്കാം. ഇന്നത്തെ കാലഘട്ടം നമുക്കറിഞ്ഞുകൂടല്ലോ സിസ്റ്റർ. വല്ല ബ്രൗൺ ഷുഗറും കഴിച്ച് കിറുങ്ങി നടക്കുന്ന മകനായി മാറുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് അവൻ നല്ലവനാണ്. തക്ക സമയത്ത് അവനെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പരിശുദ്ധൻ 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 എന്നു പാടിപ്പുകഴ്ത്തുന്ന മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം എൻ്റെ മകനുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന തീർത്ഥാടകരല്ലേ നമ്മൾ. ഇത്രകാലം വളർത്താനേ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സിസ്റ്റേഴ്സും അച്ഛന്മാരും ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഞാനും സജീവമായി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് ബസ്സിൻ്റെ മുതലാളിയും ക്ലീനറും ഡ്രൈവറുമൊക്കെ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അവരെ കണ്ട എൻ്റെ ജ്യേഷ്ഠൻ, നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ, അവനവിടെയുണ്ട്, ഒട്ടും വിഷമിക്കേണ്ട. അവരെ ഞാൻ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി. മാപ്പ് പറയാനായി വന്നതായിരുന്നു അവർ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തട്ടി ഇട്ടതുകൊണ്ട് എൻ്റെ മകൻ മരിക്കണമെന്നില്ല. നിങ്ങൾ ബോധപൂർവം ഒരു കുഞ്ഞിനെയും തട്ടിയിടില്ല എന്ന് എനിക്കറിയാം. ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് അവനെ രക്ഷിക്കാൻ ധാരാളം വഴികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ദൈവം തക്ക സമയത്ത് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവനൊരു മാലാഖ കുഞ്ഞായി ദൈവത്തെ സ്തുതിക്കുകയാണല്ലോ. അന്ന് തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൈസ വേണ്ട, ഇൻഷുറൻസും വേണ്ട, മറ്റ് ആനുകൂല്യങ്ങളൊന്നും എൻ്റെ മോനെ പ്രതി എനിക്ക് വേണ്ട. അങ്ങനെ നന്നായി പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു സിസ്റ്ററെ. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ വചനവും അടിയുറച്ച ദൈവവിശ്വാസവും ലക്ഷ്യബോധവും എന്നെ പിടിച്ചു കുലുക്കി. എൻ്റെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വന്നു. മത്തായി ചേട്ടൻ്റെ തീഷ്ണത പോലും എനിക്കില്ലല്ലോ. അയാളുടെ ദൈവത്തിലുള്ള ആഴമേറിയ പ്രത്യാശ, ജീവിത സാഹചര്യങ്ങളെ നന്നായി സ്വീകരിക്കാനുള്ള മനോഭാവം, ഇവയൊന്നും വിസ്മരിക്കുവാൻ കഴിയുകയില്ല. മത്തായി ചേട്ടൻ തുറന്നു പറയുകയാണ്, ഇവൻ മിടുക്കനായി വളരാൻ തുടങ്ങിയതോടെ ശമ്പളവും കിമ്പളവും വാങ്ങാനുള്ള ആഗ്രഹം, ഒരു തരം ധനമോഹം എന്നിലുടലെടുത്തു. അവൻ്റെ മരണത്തോടെ ആ ധനമോഹം അപ്പാടെ ദൈവം എടുത്തു മാറ്റി. ഇന്ന്
DBCLCയിൽ ബൈബിൾ പഠിക്കാൻ ഞാൻ ചേർന്നു. വളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് സുവിശേഷ വേലയ്ക്കിറങ്ങാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ പലതുകൊണ്ടും സ്വതന്ത്രനായി. ഈശോ പറയുന്നുണ്ടല്ലോ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. വാസ്തവത്തിൽ ഈ മരണം, എൻ്റെ മോൻ്റെ വേർപാട് എന്നെ സ്വതന്ത്രനാക്കി സിസ്റ്ററെ. എൻ്റെ കണ്ണ് നിറഞ്ഞു കവിഞ്ഞു. എന്തൊരു ധീരത, എന്തൊരു തീഷ്ണത! ദൈവത്തിന് സ്തുതി. എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്ന ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതം മുഴുവനും കാണുമ്പോൾ എല്ലാ ജീവിതാനുഭവങ്ങളും ദൈവാനുഭവങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ദൈവം നമ്മുടെ സ്നേഹമുള്ള പിതാവാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിക്കുന്നത്. നാം ദൈവമക്കളാണ്. നാം ദൈവമക്കളായതുകൊണ്ട് ദ്രോഹം ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. അതിനായി വഴികൾ ഒരുക്കുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാം. അവിടുത്തെ സ്നേഹകരം ജീവിതം മുഴുവനും ദർശിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.